ഇപ്പോൾ രാജൻ ജോസഫിനെ എന്തോ വലിയ ഒരു കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ആദർശ് മുക്കട കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവന്റെ ക്യാബിനിൽ ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് ഇവന്റെ മുഖത്ത് മുറിപ്പാടുകളില്ല. അതിനുശേഷം ആക്സോബ്ലേഡ് എടുത്തിട്ട് വരഞ്ഞിരിക്കുന്നു. ഒരു ആക്സോബ്ലേഡ് എടുത്തിട്ട് തലയുടെ ഇവിടെ വരഞ്ഞിട്ടാണ് ആശുപത്രിയിൽ പോവുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം MLA കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കയറാം എന്നാണ് ഇദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടം ആ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. അപ്പോൾ ആകെ ഒരു നിരാശനായിട്ട് നിൽക്കുന്ന സമയത്താണ് ആദർശിനെ ഞാൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. നല്ല രീതിയിൽ കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ എഴുതുന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ എന്നേ നമ്മൾ കരുതിയിട്ടുള്ളൂ. അതായത് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കുറ്റം പറയുകയും ചേട്ടാ അവൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പതുക്കെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ള ആദർശ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് പല ഫേക്ക് ഐഡികൾ ആദർശിനുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയാം ആദർശിന് ഒരുപാട് ഫേക്ക് ഐഡികൾ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്ന് രാജൻ ജോസഫിൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിക്കുന്ന രീതിയിൽ, അപ്പനും അമ്മയ്ക്കും അല്ല, വളരെ മോശപ്പെട്ട രീതിയിൽ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നമ്മൾ കൊടുത്തൊരു വാർത്തയ്ക്ക് താഴെ ഒരു കമന്റ് വന്ന് നമ്മുടെ തന്നെ രാജൻ ജോസഫ് വാണ്ടഡ് ഒളിവിലാണ് എന്നൊക്കെ പറഞ്ഞൊരു ഫയൽ നമ്പറൊക്കെ അടക്കം ഉള്ളൊരു പോസ്റ്റാണ്, ഒരു ഇമേജ്. പ്രത്യേകിച്ച് അതിന് വല്ല എംബ്ലോ വാട്ടർമാർക്കോ അത് എവിടുന്ന് അതിന്റെ സോഴ്സ് എന്താണെന്ന് ഒന്നും ആ ഇമേജിലില്ല. ആ അക്കൗണ്ട് ജെനുവിൻ ആണോ ഫേക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതൊരു ഒഫീഷ്യൽ ഭാഗത്തു നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നല്ല. ഫേസ്ബുക്ക് പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ വസ്തുത വിരുദ്ധമായൊരു കാര്യം പോസ്റ്റ് ചെയ്ത ആളോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? അതല്ല, ഈ വിഷയത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കേണ്ടത് വിരിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം അത് നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരാണ് രണ്ടുപേരും. രാജൻ ജോസഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹോദരതുല്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ ആദർശ് മുക്കട എന്ന് പറയുന്നതും നമ്മുടെ ഒരു അനുജനെ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ തമ്മിലുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പറയുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ പറയട്ടെ, ഈ ലുക്കൗട്ട് നോട്ടീസ് എന്ന് പറയുന്നത് ഫേക്കാണ്. കേരള പോലീസ് ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയാൽ അതിനകത്ത് കൃത്യമായിട്ട് പോലീസിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ ആദർശ് മുക്കടയും അതോടൊപ്പം തന്നെ വൈറ്റ് സ്വാൻ TV ന്യൂസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് നമ്മുടെ പഴയ ഓഫീസ്, ഏകദേശം ഒരു 2.5 വർഷം മുമ്പ് പഴയ ഓഫീസിൽ ഉണ്ടായിരുന്ന ന്യൂസ് എഡിറ്റർ യൂസഫ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വൈകിട്ട് അദ്ദേഹം നമ്മുടെ ഓഫീസിൽ വരുന്നു. അന്ന് യൂസഫ് എന്നോട് പറഞ്ഞു, മറ്റേ ആദർശിൻ്റെ വുഡ്ബിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അത് വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വൈകിട്ട് വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. ഞാൻ ചോദിച്ചു വുഡ്ബി ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വുഡ്ബി നേരിട്ട് അങ്ങോട്ട് വീട്ടിലേക്കേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു മാസം മുമ്പ് എറണാകുളം DCCയിൽ വെച്ചിട്ട് UDFൻ്റെ ഒരു യോഗം നടക്കുന്നു. ആ യോഗത്തിൽ ഞാനും പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ UDFൻ്റെ ഒരു ഘടകകക്ഷിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് പെട്ടെന്ന് എനിക്ക് ഫോൺ ചെയ്യുന്നു. ആദർശ് അവിടെ ഉണ്ടായിരുന്നു, DCC ഓഫീസിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ ഞാൻ ആദർശാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് പരിചയപ്പെടുകയും പിന്നീട് അദ്ദേഹം ഒരു ദിവസം ഓഫീസിലേക്ക് വരികയും തുടർന്ന് ഇങ്ങനെ ഫോണിൽ കൂടെയുള്ള സംസാരം, പിന്നീട് വീക്ഷണത്തിൽ സാലറി കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഒടുവിൽ ഇദ്ദേഹം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ, അതായത് പാലക്കാട് ബൈ ഇലക്ഷൻ്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടം MLA കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കയറാം എന്നാണ് ഇദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടം ആ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. അപ്പോൾ ആകെ ഒരു നിരാശനായിട്ട് നിൽക്കുന്ന സമയത്താണ് ആദർശിനെ ഞാൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്. നല്ല രീതിയിൽ കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ എഴുതുന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ എന്നേ നമ്മൾ കരുതിയിട്ടുള്ളൂ. അതിനുശേഷം ഇദ്ദേഹം ഷാഫിയോടും ഇദ്ദേഹത്തിന് ദേഷ്യമാണ്. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഷാഫിയാണ് എന്നെ പഠിപ്പിച്ചത്, ഷാഫിക്ക് എനിക്ക് എല്ലാമായിരുന്നു എന്നൊക്കെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഷാഫിക്കെതിരെയുള്ള കണ്ടന്റുകളും ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാവനാ സൃഷ്ടിയിൽ നിന്നും വിരിയിച്ചെടുത്തത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കണ്ടന്റുകളും പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ തന്നെ ഭാവനാ സൃഷ്ടിയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചേക്കാം. എങ്കിലും കൂടത്തിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് മോശപ്പെട്ട കണ്ടന്റുകൾ എഴുതി കൊടുത്ത് അത് മറ്റൊരാളെ കൊണ്ട് വായിപ്പിക്കുന്ന പ്രൊഫഷനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു പ്രൊഫഷനായിട്ട് എനിക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മളെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എഴുതുന്നു, അത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്, അത് നമ്മൾ പ്രസിദ്ധീകരിച്ചു. അതിനകത്ത് വലിയ തെറ്റുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള കുട്ടിയും പിന്നീട് നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്ക് ആദർശനെയാണ് കൊണ്ടുവന്നത്.
ആ കുട്ടിക്ക് ആദ്യമായിട്ട് വീഡിയോ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം നൽകുകയും അതോടൊപ്പം തന്നെ എല്ലാ പ്രോത്സാഹനവും നൽകുകയും ഈ പറഞ്ഞ രാജൻ ജോസഫിൻ്റെ കൂട്ടത്തിലും ആ കുട്ടി ഡിബേറ്റിന് ഇരുന്നിട്ടുണ്ട്, എൻ്റെ കൂട്ടത്തിൽ ഡിബേറ്റിന് ഇരുന്നിട്ടുണ്ട്, ഒരുപാട് നല്ല സ്റ്റോറീസ് അവർ ചെയ്തിട്ടുണ്ട്. നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്, ഇല്ലെന്നും പറയുന്നില്ല. അപ്പോൾ ആദർശിൻ്റെ ഭാര്യ തന്നെ രാജൻ ജോസഫിൻ്റെ കൂട്ടത്തിലിരുന്ന് ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഷാഫി പറമ്പിലിനെയും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഒക്കെ ഈ പറഞ്ഞ രാജൻ ജോസഫിന് വളരെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ രാജൻ ജോസഫിൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് പത്തനംതിട്ടയിലുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ഏകലും രാജൻ ജോസഫ് പത്തനംതിട്ട പോയിട്ടല്ല. ആദ്യത്തെ കാര്യമാണ് പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കുറ്റം പറയുകയും ചേട്ടാ അവൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് എടുത്തിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പതുക്കെ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നതിൽ ഏറ്റവും പങ്കുവഹിച്ചിട്ടുള്ള ആദർശ് തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റാണ് എന്ന് രാജൻ ജോസഫിനും വൈസ് ടിവിക്കും കൃത്യമായ ബോധ്യമുണ്ടായി. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ഈ വാർത്തയുമായിട്ട് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. ഈ വാർത്തയുമായിട്ട് നമ്മൾ രംഗത്ത് വരുന്ന സമയത്ത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും പേഴ്സണലി രാജൻ ജോസഫിന് മെസ്സേജ് അയച്ചു പറഞ്ഞു, ഇത് ഇടത് സൈബർ ഇടങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന വാർത്തയാണ്, നിങ്ങൾ അതിൻ്റെ അകത്ത് എന്തിനാണ് പോയി തല വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. അപ്പോഴും രാജൻ ജോസഫിൻ്റെതായിട്ടുള്ള ബോധ്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ടർ TV ഈ ഒരു ഓഡിയോ പുറത്തേക്ക് വിടുന്നു. ഈ ഓഡിയോ പുറത്തേക്ക് വിട്ടതോടുകൂടി അതിനു മുമ്പ് തന്നെ നമ്മളുടെ അടുക്കൽ പല എവിഡൻസുകളും ഉണ്ട്. ആ എവിഡൻസിൻ്റെയും ധാരണയുടെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായിട്ട് നമ്മൾ വാർത്തകൾ ചെയ്തത്. അങ്ങനെ വാർത്തകൾ ചെയ്തതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തക വൈറ്റ്സ് ഓൺ TV ന്യൂസിനെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ രാജൻ ജോസഫിനെ സംബന്ധിച്ച് രാജൻ ജോസഫിൻ്റെ സോഴ്സിലൂടെയും വൈറ്റ്സ് ഓൺ ടിവിയുടെ സോഴ്സിലൂടെയും ഒരുപാട് തെളിവുകൾ കണ്ടെത്തി, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി. അതിജീവിതമാരും ഒക്കെ ആയിട്ട് രാജൻ ജോസഫ് കൃത്യമായിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നു, ഈ വാർത്തകൾ കൃത്യമായി തന്നെ ചെയ്തു. അതായത് സധൈര്യം ചെയ്തു. രാജൻ ജോസഫിന് സാമ്പത്തികമായിട്ടുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നു, അത് നിഷേധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഗുണ്ട ആക്രമണത്തിന് പ്ലാനിട്ടു, അതും നമ്മൾ സധൈര്യം നേരിട്ടു. കാരണം ഗുണ്ടകൾ എന്ന് പറയുന്നത് മനുഷ്യരാണല്ലോ, അല്ലാതെ നമുക്കാർക്കും പരിചയമില്ലാത്തൊരു ലോകമല്ലല്ലോ കേരളം എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാവരെയും പരിചയമുണ്ട് അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഷാഫിയുമായിട്ടും രാഹുൽ മാങ്കൂട്ടവുമായിട്ടും വളരെ അങ്ങോട്ട് അടുക്കുന്ന ഒരു ആദർശിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് ആദർശ് അടിയന്തരമായിട്ട് രാത്രിക്ക് തന്നെ ഇവിടുന്ന് പാലക്കാട് ഒരു വണ്ടി കയറുന്നു എന്ന് റിപ്പോർട്ടർ TVയുടെ ഈ ഓഡിയോ ക്ലിപ്പ് വന്നതിന് ശേഷം പിന്നീട് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകലുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് കൗമുദിയിലേക്ക് പോകുന്നു. ഇദ്ദേഹത്തിന് സി ന്യൂസിൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടുന്നു. സീനിൽ ജോലി ചെയ്യുന്ന സമയത്തും ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടും ഷാഫിക്ക് വേണ്ടിയിട്ടും ഒക്കെ PR വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജ്യോതികുമാർ ചാമക്കാലയും വൈറ്റ്സ് ഓൺ TV ആയിട്ട് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ രാജൻ ജോസഫുമായിട്ട് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടോ? ഈ ജ്യോതികുമാർ ചാമക്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുടെ സോഴ്സ് എവിടുന്നാണ് എന്ന് ഞാനത് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന MLA നേരിട്ട് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഞാൻ സ്ക്രീൻഷോട്ട് അടക്കം, അതായത് ഞാൻ പറഞ്ഞല്ലോ, അതുകൂടാണ്ട് തന്നെ ഞാൻ കാര്യം പറയട്ടെ, ഈ അനൂതാജ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അനൂതാജിന്റെ PR ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ആദർശ് മുക്കടയാണ്. ചെയ്തുകൊണ്ടിരുന്നത്. അനൂതാജിനെതിരെ കുറേ കാര്യങ്ങൾ നമ്മളെടുത്ത് പറഞ്ഞു, പ്രാഞ്ചിയേട്ടനാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്തു. അത് ചില ബോധ്യങ്ങൾ കൂടി ആയപ്പോഴത്തേക്കാണ് നമ്മളത് ഒരു വാർത്തയായിട്ട്, ഒരു കണ്ടന്റായിട്ട് നമ്മൾ വന്നത്. അത് കഴിഞ്ഞ ശേഷം ഇന്ദുചൂടൻ ചേട്ടൻ്റെ മകൻ, ഇന്ദുചൂടൻ ചേട്ടനെ വർഷങ്ങൾക്ക് മുമ്പ് സേവാദളിൻ്റെ ക്യാമ്പിൽ വെച്ച് എനിക്ക് പരിചയമുള്ളതാണ്. ആ ഇന്ദുചൂടൻ ചേട്ടൻ്റെ മകൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്താണെന്നും പറഞ്ഞുകൊണ്ട് രാജൻ ചേട്ടൻ്റെയും എൻ്റെയും ഒക്കെ മനസ്സിലേക്ക് വെറുതെ അനാവശ്യമായ ബോധ്യങ്ങൾ ഇട്ട് തന്നതാരാണ്. ഇതൊക്കെ ഒന്നുമില്ലാതെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ വോയിസ് ക്ലിപ്പുകളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ നമ്മൾ പറയുക, സ്ക്രീൻഷോട്ടുകളുമൊക്കെ നമ്മൾ പറയാത്തത് നമ്മുടെ മാന്യത കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ഒന്നാം തരം തന്തയ്ക്ക് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നിസാർ കുമ്പളയ്ക്കെതിരെ ഏറ്റവും ഒടുവിൽ ചെയ്യാൻ പറഞ്ഞല്ലോ. നിസാർ കുമ്പള ഞങ്ങളുമായിട്ട് എന്താ പ്രശ്നം? നിസാർ കുമ്പളയുടെ പ്രൊഫഷനായിരിക്കും PR എന്ന് പറയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചെയ്യുന്നു. അതിന് നമുക്കെന്താണ് പ്രശ്നമുള്ളത്? നിസാർ കുമ്പളായിട്ട് വൈറ്റ്സ് ഓൺ TVക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാജൻ ജോസഫിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാജൻ ജോസഫിന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടറുമായിട്ടുള്ള പ്രശ്നം എന്താണ്? അദ്ദേഹം അതിക്രൂരമായി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തുവെന്നും ഗർഭചിത്രം നടത്തിയെന്നും കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം എതിർക്കുന്നത്. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടവും ഇദ്ദേഹം സുഹൃത്തുക്കളായിരുന്നില്ലേ? രാജൻ ജോസഫും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും സുഹൃത്തുക്കളായിരുന്നില്ലേ? ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളുകൾക്കിടയിൽ
അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ രാജൻ ജോസഫിനെ എന്തോ വലിയ ഒരു കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ആദർശ് മുക്കട കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാന ഒടുവിലത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് ആകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷാഫിക്കും രാഹുലിനും ഒക്കെ നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാലിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ആക്കാതിരുന്നത്. അതിനുശേഷം ഇവരുടെ വെൽഫെയർ പാർട്ടിയിൽപ്പെട്ട കായംകുളത്തുള്ള ഒരാളെ എം ലിജുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്, അതിനെതിരെ വാർത്ത ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട. പിന്നീട് പക്ഷേ ഞങ്ങൾ ചെയ്തു. അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റോജി എം ജോണിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന് യോഗ്യരായിട്ടുള്ള ഒരുപാട് പേര് അങ്കമാലി നിയോജക മണ്ഡലത്തിലുണ്ട്, അതുകൂടാണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനകത്തും ഒക്കെയുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് റോജി എം ജോണിൻ്റെ സ്റ്റാഫിലേക്ക് ഒരു വെൽഫെയർ പാർട്ടിക്കാരനെ കൊണ്ടുവരുന്നതിൽ ശക്തമായ എതിർപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിശക്തമായ എതിർപ്പ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാജൻ ജോസഫിനെതിരെ അന്നുണ്ടായ സംഭവം എന്താണ്? കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ആദർശ് മുക്കട വൈറ്റ് സോൺ TV ഓഫീസിൽ വന്നിട്ടില്ല. അന്നേ ദിവസം എന്തിനു വേണ്ടി വന്നു? രാഹുൽ മാങ്കൂട്ടം ഷാഫി കൂടെ പറഞ്ഞു വിട്ടാണോ? അവിടെ വരുന്നു, അവിടെ വന്നതിന് ശേഷം അവിടെ ഇരിക്കുന്നു. അപ്പോൾ ചർച്ച കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഞാനാണ് ആദ്യം ഇറങ്ങിയത്. എൻ്റെ തൊട്ട് പിന്നാലെയാണ് പുള്ളി ഹോളിലേക്ക് വരുന്നത്. അപ്പം ഞാൻ സൂര്യചേട്ടൻ ഇരിക്കുന്ന ആ റോയുടെ ഫ്രണ്ടിൽ പോയി നിന്നു. അപ്പോൾ ആദർശ് അവിടെ നിന്ന് വർത്താനം പറയുന്നത്. ഞാൻ പറഞ്ഞു, ആദർശ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ, കണ്ടിട്ട് കുറേ നാളുകളോടെ, നീ എന്താ വിളിക്കാത്തത്? എന്നെ വിളിച്ചിട്ടൊക്കെ ഏകദേശം 3-4 മാസമായി. ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം രാജൻ ജോസഫ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ രാജൻ ജോസഫ് പുറത്തേക്ക് വന്നപ്പോൾ ഒന്നാമത് അദ്ദേഹത്തിന് തീരെ വയ്യ. ഒരാളെ തല്ലാനുള്ള ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയല്ല രാജൻ ജോസഫ് എന്ന് കരുതി അദ്ദേഹം എണീറ്റ് നടക്കാൻ പാടില്ലാത്ത ആളാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പ് പല ഫേക്ക് ഐഡികൾ ആദർശിനുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയാം ആദർശിന് ഒരുപാട് ഫേക്ക് ഐഡികൾ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്ന് രാജൻ ജോസഫിൻ്റെ അപ്പനും അമ്മയ്ക്കും വിളിക്കുന്ന രീതിയിൽ, അപ്പനും അമ്മയ്ക്കും അല്ല, വളരെ മോശപ്പെട്ട രീതിയിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അദ്ദേഹം ചോദിച്ചു, നീ എന്ത് മറ്റേ പണിയാണ് കാണിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ആദർശ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തിരിച്ചും കൊണ്ട് ചൂടാക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ രാജൻ ജോസഫ് ഈ പറഞ്ഞ ആദർശിനെ ഇങ്ങനെ തള്ളാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചേട്ടാ മാറി നിൽക്കാനും പറഞ്ഞു. ഞാൻ എൻ്റെ നടുക്ക് നിൽക്കുന്നുണ്ട്, മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഓഫീസിനകത്ത് വരുന്നത് നമ്മുടെ അതിഥികളാണ്, ചേട്ടനൊക്കെ കാണിക്കാൻ പാടില്ല. ചേട്ടൻ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ ക്യാബിനകത്ത് പോയിരിക്കും, ഇവിടെ 10-15 സ്റ്റാഫ് ഇരിക്കുന്നതാണ്, ഇത് ശരിയായിട്ടുള്ള രീതിയിൽ. അതുകൂടാണ്ട് ആദർശിൻ്റെ കൂടുതൽ ആദർശിൻ്റെ മറ്റൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇത് കാണിച്ചത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ ഓഫീസിൽ വന്ന ഒരാളോട് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് എനിക്ക് ആകെ വിഷമമായി പോയി. അത് കഴിഞ്ഞിട്ട് രാജൻ ജോസഫ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഞാൻ ഇവരെ വിളിച്ച് ക്യാബിനകത്ത് വെച്ചിട്ട് സോറി ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെ കെട്ടിപ്പിടിച്ച് ഇവരെ താടിയിലും തലോടി. അതിനുശേഷം 2 പ്രാവശ്യം 3 പ്രാവശ്യം സോറി, 3-4 പ്രാവശ്യം ഇവരോട് സോറി പറഞ്ഞു. അതിനുശേഷം എൻ്റെ വൈഫിനെ ഫോണിൽ വിളിക്കുന്നു. വൈഫ് ഫോണിൽ വിളിക്കുന്ന സമയത്തും ഞാൻ അവരോട് പറഞ്ഞു, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കൊടുത്തോ എന്ന് പറഞ്ഞു. സാധാരണ ഒരു ഓഫീസിൽ വെച്ചൊരു ഉന്തും തള്ളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇടുന്ന വകുപ്പുകൾ എന്തായിരിക്കും നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. അതിനുശേഷം ഈ കുട്ടി കാണിച്ചത്, ഈ ആദർശം കാണിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയുന്നു അവൻ നമ്മുടെ സഹോദര തുല്യനാണ്. ആക്സോ ബ്ലേഡ് എടുത്ത് പുറത്തേക്ക് എവിടെ പോയിട്ട് ഞാൻ മുറിയിൽ ഇവൻ്റെ ക്യാബിനിൽ ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് ഇവൻ്റെ മുഖത്ത് മുറിപ്പാടുകളില്ല. അതിനുശേഷം ആക്സോ ബ്ലേഡ് എടുത്തിട്ട് വരഞ്ഞിരിക്കുന്നു. ആക്സോ ബ്ലേഡ് എടുത്തിട്ട് തലയുടെ ഇവിടെ വരഞ്ഞിട്ടാണ് ആശുപത്രിയിൽ പോവുകയും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ അങ്ങോട്ട് ഈ കേസിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. രാജൻ ജോസഫിനോട് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർപ്പുണ്ടാവാം, ഷാഫി പറമ്പിൽ എതിർപ്പുണ്ടാവാം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വൈകൃതത്തെ ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ രാജൻ ജോസഫ് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറാണ് അവിടെ അവസാനിച്ചത്. ആ ഒരു ദേഷ്യമുണ്ടാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് എങ്ങനെയാണ് നമ്മളൊക്കെ അറിയുന്നത്? സ്വകാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാളുടെ അകത്തുള്ള ആരെങ്കിലും പറയണ്ടേ? അകത്തുള്ള ആരെങ്കിലും പറയണമല്ലോ. അതല്ലാണ്ട് രാജൻ ജോസഫ് ഇവിടെ നിന്നോട് ഗണിക്കുവോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നോട് ഗണിക്കുവോ? ഒറ്റുകാരനുണ്ട്. ആ ഒറ്റുകാരനെ നിങ്ങൾ തിരിച്ചറിയുക. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലുക്ക് ഔട്ട് നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാണാനില്ല അല്ലെങ്കിൽ വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാർഡിറക്കി വിടുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത്, അതായത് ബ്ലൈൻഡായിട്ട്, എനിക്കറിയാം, ഞാൻ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്.
ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെതിരെ, യൂത്ത് കോൺഗ്രസിനെതിരെ ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ നമ്മുടെ രക്തം തിളയ്ക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പ്രവർത്തകർ കോൺഗ്രസിനകത്തുണ്ട്. അവരാരെങ്കിലും ഈ സത്യമറിയാതെ ഇദ്ദേഹത്തെ റോഡിൽ വെച്ച് കണ്ടെങ്കിലത്തെ അവസ്ഥ എന്തായിരിക്കും? കയ്യേറ്റം. അത് മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സത്യം പുറം ലോകം അറിയണം എന്ന് ഞാൻ കരുതുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റോ നുണയോ ഉണ്ടെങ്കിൽ അതിനുശേഷവും ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ പാടില്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുലേട്ടൻ എല്ലാം ഏറ്റിട്ടുണ്ടെന്ന്. രാഹുലേട്ടനാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അതിനുശേഷം ജ്യോതിയേട്ടൻ അറിഞ്ഞു എന്നാണ് ആദർശിനെ നമ്മുടെ ഓഫീസിലുള്ള സൂര്യേട്ടൻ വിളിച്ചപ്പോൾ പറയുന്നത്. ഞങ്ങളുടെ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ സത്യം ഇനിയെങ്കിലും തിരിച്ചറിയുക. നിങ്ങളൊക്കെ കൂട്ടത്തിൽ കൂട്ടി നിർത്തുന്ന ആളുകൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയുക. 10 രൂപ വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുന്നവരെയൊക്കെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകണമോ വേണ്ടയോ എന്ന് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കാം. എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കത്തില്ലല്ലോ, എവിടെയെങ്കിലും വെച്ച് കാണുമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെയും സുഹൃത്ത് വലയങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് സത്യം ഇതാണ്. അതായത് മറ്റേ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വീട്ടിൽ മറ്റേ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ജോലിക്ക് വെക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആരെയും ജോലിക്ക് നിർത്തത്തില്ല. അതെല്ലാം ഉന്നത കുല ജാതരയാണ് നിർത്തുന്നതെന്നൊക്കെ ഏക്കറി ഞാൻ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഓഫീസിൽ ഇന്നുവരെ പോയിട്ടില്ല. PR കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ആരുടെയും തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി പോയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഞങ്ങൾ നടത്തും. അതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് വരാം. ആശയപരമായിട്ട് നമുക്ക് സംവദിക്കാം. അതല്ലാതെ കണ്ട് ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അത് ഇത് മറ്റത് ഇതൊക്കെ ഫേക്ക് ഐഡിയയിൽ നിന്നാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ രക്തം തിളയ്ക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. DYFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം തിളയ്ക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ BJP എന്ന് പറയുമ്പോൾ രക്തം തിളയ്ക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം പാർട്ടിക്ക് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ അവരുടെ വലിയ നേതാക്കന്മാരാണ്. ഷാഫി പറമ്പിൽ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് VD സതീശനെതിരെ വാർത്തയടിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രിക്കെതിരെ വാർത്തയടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് മാധ്യമങ്ങളാവുമ്പോൾ പരസ്പരം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം മുമ്പോട്ട് പോകാനായിട്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും നിസ്സഹായരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നത്തെ, കാരണം അന്ന് ഓഫീസിലുണ്ടായ സംഭവത്തിൽ ആദർശിനോട് ഞാൻ കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞ് അവനെ വളരെ സ്നേഹപൂർവ്വം, നീ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് മോനെ നീ വീട്ടിലേക്ക് വരണേ, ഭാര്യയും കുട്ടി വീട്ടിലേക്ക് വരണേ എന്നൊക്കെ പറഞ്ഞാണ്. സഹോദരി തുല്യമായിട്ടാണ് ഇവൻ്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടുള്ളത്, സഹോദര തുല്യമായിട്ട്. അതിനുശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോയി സ്ഥാപനത്തെയും കൂടി ഇതിലേക്ക് വലിച്ചിടുന്നത്. അവിടെ രാജൻ ജോസഫിനെയും, അങ്ങനെ രാജൻ ജോസഫിനെയൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറല്ല. കേസ് കൊടുത്തു, അതിനെ ന്യായീകരിക്കുന്നു. പക്ഷെ കേസ് കൊടുത്തതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തെ ഇട്ടങ്ങോട്ട് അലക്കിക്കളയാം, അല്ലെങ്കിൽ തെരുവിലിട്ട് അങ്ങോട്ട് തല്ലിക്കളയാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ കഴിഞ്ഞ ശക്തി തോമസിനെ തല്ലാൻ പറ്റും, ശരിയല്ലേ? തിരിച്ച് എനിക്കും പറ്റൂന്നേ. തോമസിനേക്കാൾ ശക്തിയുള്ള ആളുകൾ എൻ്റെ കൂട്ടത്തിലുണ്ടാവില്ലേ? ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലോകം കാണാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രചരണങ്ങളിലൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ല. രാജൻ ജോസഫ് കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടും. അദ്ദേഹം തിരിച്ചു വരും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. അദ്ദേഹം ഒരിടത്തും ഒളിച്ചു പോയിട്ടൊന്നുമില്ല. ബഹുമാനപ്പെട്ട പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രഷർ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസുകാർക്ക് നിയമം വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നിയമപരമായിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് സ്വാനും ഇതിൻ്റെ പേര് പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് നടന്ന സംഭവത്തിൻ്റെ പേരിൽ വൈറ്റ് സ്വാൻ TV ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ആദർശിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് പറയാൻ പറ്റുമോ? അടിസ്ഥാനമില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ചില സിനിമകളിലൊക്കെ കാണത്തില്ലേ, സത്യം എത്ര നാൾ ഒളിച്ചു വെച്ചാലും ഒരു നാൾ അത് മറനീക്കി പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, തെളിവുകൾ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് കള്ളക്കേസ് പിൻവലിക്കുക, യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക, നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്കുക. മനുഷ്യരെ കാണുമ്പോൾ നന്നായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് പുറകിൽ നിന്ന് അവനെ കുത്തുന്ന ആ ഒരു സ്വഭാവം ആദ്യം മാറ്റിവെക്കുക. ഇതിനെല്ലാം തുടക്കമിട്ടത് ആരാണ് എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. ബാക്കി ഞാൻ പറയട്ടെ, അതിജീവിതമാരുടെ കേസ് അട്ടിമറിച്ച് കളയാം എന്നൊക്കെയുള്ളൊരു വെറും വ്യാമോഹമാണെന്നേ, വ്യാമോഹം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്
ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ ജനാധിപത്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിലും അതിജീവിതന്മാരുടെ കേസ് അട്ടിമറിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്കതിലൊരു ഭയപ്പാടുമില്ല. അതുകൂടാതെ രാജൻ ജോസഫിനെ പോലെയുള്ള ഒരാളെ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസിൽ കുടുക്കി അകത്തേക്കെടുത്ത് ഇടാം എന്ന് കരുതിയിട്ടും കാര്യമില്ല. ഇവിടുത്തെ നിയമങ്ങൾ ശക്തമാണ്. ഇവിടുത്തെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളും അതിശക്തരാണ് എന്നുള്ള കാര്യം ഈ പറഞ്ഞ ആളുകളെ ഓർമ്മിപ്പിക്കുന്നു. ഈ പറഞ്ഞ ആരോടും നമുക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യമില്ല. അവരുടെ പ്രവൃത്തികളെ നമ്മൾ എതിർക്കും, അത് അതിശക്തമായിട്ട് എതിർക്കും. ഇപ്പോൾ ആരെയെങ്കിലും പേഴ്സണലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം ഞങ്ങളെ വിളിച്ച് പറയാമല്ലോ. അതിന് കടക്കുന്നു എന്ന് പറയാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ പറയാമല്ലോ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിരുന്ന് പറയാമല്ലോ. അതിനുള്ള അവസരങ്ങളുണ്ടല്ലോ. അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. എത്ര നാള് മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും? മനസമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങാനുള്ള പണിയാണ് എല്ലാവരും നോക്കേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതൊക്കെയാലും രാജൻ ജോസഫിനെതിരെ ലൂക്കൌട്ട് നോട്ടീസ് ഇല്ല, അത് വ്യാജമായിട്ട് പ്രചരിക്കുന്നതാണ് എന്ന് എല്ലാ പൊതുസമൂഹത്തെയും ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതിവിടെ അവസാനിപ്പിക്കുന്നു.